എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തോ ഒരു മാങ്ങ വെച്ചുണ്ടാക്കുന്നുണ്ട്, നമുക്കതൊന്ന് കണ്ടാലോ? വാ അമ്മ, അതിനെന്തോ പരിപാടി? ഇന്ന് ഞാൻ മാങ്ങ പപ്പ അതേണ്ട വെളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും മാങ്ങ കൊണ്ടുവന്ന്. അപ്പം ഞാൻ കരുതി അവന് പുഡിങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പുഡിങ് ഉണ്ടാക്കി തരട്ടെ. അപ്പം ഞാൻ എന്താണെന്നറിയാവോ, പുഡിങ്ങിന് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ആദ്യം വിചാരിച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ കോൺഫ്ലോറും ഉണ്ട്, പാലും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് കാണാം ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ആദ്യമായിട്ട് നല്ല പഴുത്ത മാമ്പഴം വേണേ. നല്ല പഴുത്ത മാമ്പഴം പപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ഇത്രയും ചെത്തി കഴിഞ്ഞപ്പോഴാണ് വന്നത് ഫോണുമായിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം, പുഡിങ് ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മൾ മാങ്ങ ഒരു ജാറിലോട്ട് നമ്മൾ ഇടുവാണേ. പഴുത്ത മാങ്ങ പിന്നെ ജാറിലോട്ടിട്ട് പിന്നെ ഒരു ഗ്ലാസ് പാല്, ഇത്ര അളവ് മതിയേ. പാല് ഒഴിച്ച് പഞ്ചാര, പിന്നെ ഒരു സ്പൂൺ അല്ല, ഒരു സ്പൂണാണ്, 2 സ്പൂൺ ഇട്ട് ഇതിന് കേട്ടോ. 2 സ്പൂൺ പൊടിച്ചാണ്. എല്ലാവരും പൊടിക്കണം. ഒരു പഞ്ചസാരയും പിന്നെ നല്ല പേസ്റ്റ് പരുവത്തിന് അരയ്ക്കണേ. കട്ടയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിന് കിട്ടണേ. നോൺ സ്റ്റിക്ക് പാൻ വെക്കുന്ന കേട്ടോ നല്ലത്. നോൺ സ്റ്റിക്ക് പാനിൽ ഇത് തിളച്ച് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വേണം നമുക്ക് കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാമല്ലേ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി തിള വരണം കേട്ടോ. നീ കണ്ടോ, തിളച്ച് വരുന്നുണ്ടേ. തിളച്ച് വരുന്ന ആ സമയത്തിന് നമ്മുടെ കോൺഫ്ലോർ എടുത്ത് കോൺഫ്ലോർ ഒന്ന് ഇളക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അടിയിൽ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണേ. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി, ഒന്നിച്ചൊഴിക്കുകയോ ചെയ്യല്ലേ, കുറേശ്ശെ ഒഴിക്കണം. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ട്. ആ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യണേ. എന്നിട്ട് ഈ പരുവാകുമ്പം സ്റ്റൗ ഓഫ് ആക്കണേ. കണ്ടോ, ആ ഒരു നല്ല ക്രീമായിട്ടിങ്ങനെ കണ്ടോ. ആ സമയമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്യുക. ഇതെല്ലാം ഒരു പാത്രമാണ് എടുത്തത്. അതിലേക്ക് ഒരു ശകലം എണ്ണയൊന്ന് തൂവി കൊടുത്തേ. എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തൂവാവേ, ഇഷ്ടമുള്ളത് തൂവുക. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവേ. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പോകാനാണ്. എന്നിട്ട് ഇതൊരു 3 മണിക്കൂർ അല്ലെ 4 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണേ. ഫ്രീസറിലല്ല, താഴത്തെ തട്ടി വേണം വെക്കാൻ. ഒരു 4 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അപ്പം നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത്. അതിന് ശേഷം ദാണ്ടതേ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അന്നേരം നോക്കാവേ. ആരാ കൊട്ടുന്നത്? മാങ്ങോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മുറിക്കാം. കണ്ട എന്ത് സോഫ്റ്റാന്ന് നോക്കിക്കേ. അമ്മച്ചി കണ്ടോ. മതി, അതിനെ കുളവാക്കിയെടുത്ത് ഗൈസ്. ഇച്ചിരി അമ്മച്ചി എടുത്ത് തരാം. വായിലോട്ട് വെച്ചേ, നമ്മുടെ പൊന്ന് വായിലോട്ട് വെച്ചേ. സൂപ്പറാണോ? ഇച്ചിരി കൂടെ വെച്ചോ. അത് ഇച്ചിരി കൂടെ വെച്ചിട്ട്
ചെയ്ത് നോക്കേ. ഈ സ്പൂൺ അങ്ങോട്ട് വിടും. ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം guys. വളരെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അടിപൊളി അടിപൊളി അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ ഗൈസ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സൂപ്പറായിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പറഞ്ഞ? അടിപൊളി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ പറയാം. ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.